ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ സന്തോഷകരമായൊരു ചെറിയ കാര്യം സംഭവിച്ചിട്ടുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് തന്നെ കുറച്ച് കാലമായി. ഒരു കാരണത്താലല്ല മറ്റൊരു കാരണത്താൽ അതിങ്ങനെ നീണ്ടുപോവുകയായിരുന്നു. എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം വന്നു. ചീഫ് സെക്രട്ടറി വിവരം അറിയിച്ചിട്ടുണ്ട്. അതിതീവ്ര ദുരന്തമായി മുണ്ടക്കൈ ചൂരൽമല ദുരന്തം പ്രഖ്യാപിക്കപ്പെട്ടു. എന്തായാലും ഈ ഉരുൾപൊട്ടൽ ദുരന്തം ഇനി നമുക്ക് ഒരുപാട് സാമ്പത്തിക സഹായം കേന്ദ്ര സർക്കാരിന് ലഭിക്കാനുള്ള സാധ്യത തെളിയുന്നു. അത്രയും ആശ്വാസകരമായ കാര്യം ഇന്ന് സംഭവിച്ചു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പിന്നീട് വരാം. പ്രൈം ടൈം തുടങ്ങുന്നു. നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം പ്രൈം ടൈമിലേക്ക്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് വന്നത്. അതിതീവ്ര ദുരന്തമായി മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിനുള്ള ഔദ്യോഗികമായ അറിയിപ്പ് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് ലഭിച്ചു കഴിഞ്ഞു. മറ്റു വാർത്തകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങളൊക്കെ നല്ല മൂഡിലാണല്ലോ. ഞാനിന്ന് ഓക്കെയാണ്. ഉമാ തോമസ് MLA അപകടത്തിൽപ്പെട്ട കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിയുടെ സംഘാടകരായ മൃദംഗ വിഷന്റെ CEO ഷമീർ അബ്ദുൾ റഹീം അല്പം മുമ്പ് അറസ്റ്റിലായി. കൊച്ചിയിലെ ഹോട്ടലിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത്. 24 ബിഗ് ബ്രേക്കിംഗുമായി ശ്യാംകുമാർ കൊച്ചിയിൽ നിശ്ചയിച്ചിരുന്നു. ശ്യാംകുമാർ, ഇദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്ന വേളയായിരുന്നല്ലോ. എപ്പോഴാണ് അദ്ദേഹത്തിന് അവസരം കൊടുക്കാതെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്? SK, ഇന്ന് ഈ സ്ഥാപനത്തിൻ്റെ MDയും CEOയും മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ കോടതി ജാമ്യത്തിൻ്റെ അപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസ് വളരെ വേഗത്തിൽ പ്രവർത്തിച്ചു. അങ്ങനെയാണ് ഷമീറിനെ നഗരത്തിലൊരു ഹോട്ടലിൽ ഒളിവിൽ കഴിയുന്നതിനിടെ അല്പസമയം മുമ്പ് പ്രത്യേക സംഘം കസ്റ്റഡിയിലെടുത്തത്. അയാളെ ഇപ്പോൾ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതിയെ ചോദ്യം ചെയ്ത ശേഷം ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റാണ് ഇന്ന് നടന്നിരിക്കുന്നത്. കാരണം ഇന്ന് രാവിലെ രണ്ടുപേരെ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ആ സ്റ്റേജിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടും സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ടും രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ അതിലെ ഏറ്റവും വലിയ ഒരു ബിഗ് ഫിഷ് എന്ന് പറയാവുന്ന ഒരാളെ തന്നെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഷമീറിൻ്റെ അറസ്റ്റ് സ്റ്റേഷനിൽ വെച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഷമീറിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സുരക്ഷാ വീഴ്ച ഉണ്ടായത് മാത്രമല്ല, ഒരു മനുഷ്യജീവൻ അപകടത്തിൽപ്പെടാൻ ഇടയാക്കുന്ന രീതിയിൽ ചില ഇടപെടലുകൾ നടത്തി എന്നുള്ളതാണ് ഷമീറിനെതിരായി ചുമത്താൻ പോകുന്ന കുറ്റം. ഏതായാലും പോലീസ് രാവിലെ മുതൽ വലിയ വിമർശനങ്ങൾക്ക് നടുവിലായിരുന്നു. മുഖ്യപ്രതികൾ ഉൾപ്പെടെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഒരു ദുരന്തമുണ്ടായി മണിക്കൂറുകൾക്കകം മുഖ്യപ്രതികൾ കൊച്ചി സിറ്റി വിട്ടു എന്നുള്ള വിമർശനമൊക്കെ പോലീസ് നേരിട്ടിരുന്നു. അതിന് പിന്നാലെയാണ് പോലീസ് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തത്. മൂന്നാമത്തെ ആളെയും ഇന്ന് തന്നെ, ആ അപകടമുണ്ടായി 24 മണിക്കൂർ തികയുന്ന മുമ്പ് തന്നെ മൂന്നാമത്തെ പ്രതിയെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കൊച്ചി നഗരത്തിലെ ഒരു ഹോട്ടലിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് ഇപ്പോൾ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്ത് പാലാരിവട്ടം സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. സ്കെയിൻ. ഓക്കെ, താങ്ക് യു ശ്യാംകുമാർ. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം കേന്ദ്ര സർക്കാർ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചു. കേരളത്തിൻ്റെ ആവശ്യം ആഭ്യന്തര മന്ത്രാലയം അംഗീകരിച്ചു. ആഭ്യന്തര മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി അയച്ച കത്തിൻ്റെ പകർപ്പ് 24-ന് കിട്ടി. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഉമേഷ്, ശരിക്കും നമ്മുടെ ഒരു പ്രേക്ഷകൻ പറയുന്നു, ഹുസൈന പറയുന്നത്, ചീഫ് സെക്രട്ടറി അല്ല, റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാളിനെയാണ് ഈ വിവരം അറിയിച്ചതെന്ന് പറയുന്നു. അപ്പോൾ ആരെയാണ് ഇക്കാര്യം അറിയിച്ചത് ഔദ്യോഗികമായിട്ട്? വിവരങ്ങൾ SK പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. ടിങ്കു ബിസ്വാൾ, പ്രിൻസിപ്പൽ സെക്രട്ടറി റവന്യൂ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്നിവയുടെ ചുമതലയുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാളിനെയാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഈ അറിയിപ്പ് പ്രകാരം സിവിയർ നേച്ചർ, അതായത് അതിതീവ്ര സ്വഭാവമുള്ള ദുരന്തമാണ് വയനാട്ടിൽ നടന്നിരിക്കുന്നതെന്ന് കേന്ദ്രം സമ്മതിച്ചിരിക്കുന്നു. നേരത്തെ കോടതിയിലും അതിനുശേഷം പാർലമെൻറ്റിലും ഇക്കാര്യം കേന്ദ്രം സമ്മതിച്ചു. പക്ഷേ ഔദ്യോഗികമായ ഒരു അറിയിപ്പും സംസ്ഥാനത്തിന് ലഭിച്ചിട്ടില്ല. സംസ്ഥാനം നിരവധി തവണ ഇക്കാര്യം ആവശ്യപ്പെട്ടു. പക്ഷേ ഔദ്യോഗികമായ ഒരു അറിയിപ്പും ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഒടുവിൽ ഒന്നിലധികം തവണ സംസ്ഥാനം കേന്ദ്രത്തോട് ഇക്കാര്യം ആവശ്യപ്പെട്ട് ഒടുവിൽ കേന്ദ്രം ഇത് അംഗീകരിച്ച് നൽകിയിരിക്കുന്നു. അതിതീവ്ര സ്വഭാവമുള്ള ദുരന്തമാണ് വയനാട് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള അംഗീകാരം നൽകിയിരിക്കുന്നു. എന്തായാലും ഇതിൽ സർക്കാരിന് ഇനി നിരവധി സഹായങ്ങൾ, പ്രത്യേകിച്ച് പുനരധിവാസവും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കും കൂടുതൽ സഹായം ലഭിക്കും എന്നുള്ളതാണ് ഈ അതിതീവ്ര ദുരന്തമായി അംഗീകരിച്ചതോടുകൂടി സംസ്ഥാനത്തിന് ലഭിക്കാൻ പോകുന്ന ഒരു ആനുകൂല്യം. അതായത് നിലവിൽ ഒരു അതിതീവ്ര ദുരന്തമായി അംഗീകരിച്ചില്ല
ആയിരുന്നുവെങ്കിൽ സാധാരണ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് ലഭിക്കുന്ന അതേ തുക മാത്രമേ ചെലവഴിക്കാൻ, ഇപ്പോൾ ഒരു വീട് പുനർനിർമ്മിക്കണമെങ്കിൽ അതിന് ഒരു 1.5 ലക്ഷം രൂപയാണ് നിശ്ചയിച്ചെങ്കിൽ ആ തുക മാത്രമേ ലഭിക്കുകയുള്ളൂ. അതിന് മുകളിൽ ഇപ്പോൾ ആശുപത്രികൾ, ഹോസ്പിറ്റലുകൾ തുടങ്ങി ഒരു സമഗ്ര വികസനമാണ് സംസ്ഥാനം ലക്ഷ്യമിട്ടത്, സമഗ്ര പുനരുദ്ധാരണമാണ്. പക്ഷേ അതിനുള്ള ഫണ്ട് ലഭിക്കാൻ സാധ്യതയുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ സമഗ്രമായ വികസനം, ഒരു നാടിൻ്റെ ഒരു ടൗൺഷിപ്പ് എന്ന രീതിയിലുള്ള സമഗ്ര വികസനത്തിന് അനുകൂലമാകുന്ന രീതിയിലുള്ള ധനസഹായം ലഭിക്കും. അത് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് മാത്രമല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. വിവിധ വകുപ്പുകളിൽ നിന്ന് സംസ്ഥാനത്തിന് ധനസഹായം ആവശ്യപ്പെടാൻ കഴിയും. അതായത് ഇപ്പോൾ ഒരു ആശുപത്രി പുനർനിർമ്മിക്കണമെങ്കിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിനോട് ധനസഹായം ചോദിക്കാൻ കഴിയും. ഈ ദുരന്ത നിവാരണ ഫണ്ടിന് പുറമെ ഈ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിനോട് ധനസഹായം ചോദിക്കാനാകും. ഇപ്പോൾ റോഡുകളുടെ പുനർനിർമ്മാണം ആണെങ്കിൽ ഗതാഗത മന്ത്രാലയത്തിനോട് ഇത്തരത്തിൽ അധിക ഫണ്ട് ആവശ്യപ്പെടാൻ കഴിയും. അതുകൂടാതെ PDNA ഒരു റിപ്പോർട്ട് സംസ്ഥാനം കേന്ദ്രത്തിന് നൽകിയിട്ടുണ്ട്. നിലവിൽ കേന്ദ്രം അംഗീകരിച്ചത് ദുരന്ത നിവാരണ ഫണ്ടിലുള്ള 153 കോടി രൂപ ചെലവഴിക്കാൻ മാത്രമാണ്. പക്ഷേ PDNA റിപ്പോർട്ട് കേന്ദ്രത്തിന് സംസ്ഥാനം സമർപ്പിച്ചിട്ടുണ്ട്. അത് പ്രകാരമുള്ള തുക ഒരുപക്ഷെ പൂർണ്ണമായോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭൂരിഭാഗമോ അംഗീകരിച്ച് നൽകാനുള്ള സാധ്യതയും ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഈ അതിതീവ്ര ദുരന്തമായി കേന്ദ്രം അംഗീകരിച്ചതിലൂടെ സംസ്ഥാനത്തിന് ലഭിക്കാൻ പോകുന്നത്. കൂടാതെ രാജ്യത്തെ മുഴുവൻ MPമാരുടെ നിന്നും ആവശ്യമെങ്കിൽ MP ഫണ്ട് അടക്കം സഹായമായി ലഭിക്കാനുള്ള റിക്വസ്റ്റുകൾ അല്ലെങ്കിൽ അപേക്ഷകൾ സംസ്ഥാനത്തിന് മുന്നോട്ട് വയ്ക്കാനാകും. ഇത്തരത്തിൽ രാജ്യത്തെ മുഴുവൻ MPമാർക്കും ഈ അപേക്ഷ നൽകാനാകും. സാധാരണ ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ വയനാട് MPക്കായിരിക്കും പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നുള്ള പ്രാദേശിക പുനർനിർമ്മാണത്തിനോ അല്ലെങ്കിൽ ഫണ്ടോ അനുവദിക്കാൻ കഴിയുക, അല്ലെങ്കിൽ രാജ്യസഭ MPക്ക്. പക്ഷേ ഇത്തരത്തിൽ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ ഏത് MPക്ക് വേണമെങ്കിലും സഹായം അനുവദിക്കാനും കഴിയുമെന്നുള്ളൊരു സാഹചര്യവും കൂടിയുണ്ട്. എന്തായാലും അതിനെല്ലാം ഇനി സംസ്ഥാനം ഈ ഒരു കത്ത് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ ഒരു കേന്ദ്രം സംബന്ധിച്ച് ഈ കത്ത് ഉപയോഗിച്ച് തുടർ നടപടികളിലേക്ക് കടക്കണം. വിവിധ രീതിയിലുള്ള വിവിധ മന്ത്രാലയങ്ങളിലേക്ക് ഈ അപേക്ഷകൾ നൽകണം. അതെല്ലാം വരും ദിവസങ്ങളിൽ സംസ്ഥാനം നടത്തും. കാരണം അതിന് മുന്നോടിയായിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം സംസ്ഥാനം നടത്തി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു അറിയിപ്പ് ഔദ്യോഗികമായി കിട്ടിയാൽ മാത്രം മതിയായിരുന്നു. എന്തായാലും അത് വന്നിരിക്കുന്നു. ഇനി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ തുക ലഭിക്കാനുള്ള, സഹായം ലഭിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് സംസ്ഥാനം കടക്കും. SKN. ഉമേഷ് ബാലകൃഷ്ണൻ, താങ്കൾ അവിടെ തന്നെ നിൽക്കുക. ഒരു ചെറിയ കാര്യം, ടി സിദ്ദീഖ് MLA കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ടെലിഫോൺ ലൈനിലുണ്ട് ടി സിദ്ദീഖ്. അദ്ദേഹം പറയുന്നത് ഇതുകൊണ്ട് കാര്യമില്ല, കാരണം ഇതൊരു പ്രഖ്യാപിക്കാൻ തന്നെ ഇത്ര മാസം എടുത്തു. അപ്പോൾ ഇനി ഇത് ഒരുപാട് താമസിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അടിയന്തര ധനസഹായം അടക്കമുള്ള കാര്യങ്ങളിൽ പ്രഖ്യാപനം വരാത്ത സാഹചര്യത്തിൽ പ്രശ്നമുണ്ടെന്ന് ടി സിദ്ദീഖ് പറയുന്നു. ടി സിദ്ദീഖ് MLA, പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ശരിക്കും ഇത്തരമൊരു പ്രഖ്യാപനം ഉണ്ടായത് കുറച്ച് താമസിച്ചു പോയെങ്കിലും ആശ്വാസകരമായ കാര്യമല്ല എന്നാണോ താങ്കളുടെ അഭിപ്രായം? ഒന്ന്, ഈ തീരുമാനം 5 മാസമായി. ഇന്ന് കഴിഞ്ഞ ജൂലൈ 30-ാം തീയതി പുലർച്ചെ മുതൽ ഇന്നത്തേക്ക് 5 മാസമാണ്. അപ്പോ ഇത്രയും സമയമെടുത്തതായിരിക്കുന്ന ഒരു കാലദൈർഘ്യം വളരെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. നമ്മൾ കേന്ദ്ര സർക്കാരിനോട് മുമ്പോട്ട് വെച്ച പ്രധാനപ്പെട്ട ഡിമാൻഡ് ഒന്ന്, അതിതീവ്ര ദുരന്തമായി ഇത് പ്രഖ്യാപിക്കണം. രണ്ടാമത്തത്, സെക്ഷൻ 13 അനുസരിച്ച് ദുരന്ത നിവാരണത്തിന്റെ ആക്ട് അനുസരിച്ച് നിർബന്ധമായും ദുരന്ത മേഖലയിലെ ആളുകളുടെ ലോൺ വിഷയങ്ങൾ മുഴുവൻ അവർ ടേക്ക് ഓവർ ചെയ്ത് റൈറ്റ് ഓഫ് ചെയ്യാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കണം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ അവരോട് ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം, PDNA സഹായം ഇതിന്റെ ഭാഗമായി നമുക്ക് ലഭ്യമാക്കാനുള്ള നടപടികൾ ഉണ്ടാവണം. അങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങളും നമ്മൾ അവരോട് കൃത്യമായി ഡിമാൻഡ് ചെയ്തു. ആ ഡിമാൻഡ് ചെയ്തതിൽ ഇപ്പോ ആദ്യത്തെ ഡിമാൻഡ് അംഗീകരിച്ചു. അംഗീകരിക്കാൻ 5 മാസം സമയമെടുത്തു എന്നുള്ളത് വളരെ വിഷമകരമായ ഒന്നാണ്. പക്ഷെ അത് വൈകി ഒരു നീതി കിട്ടുന്നതിന് നീതീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് പറയുമ്പോഴും തുടർന്ന് അങ്ങോട്ട് ഈ പ്രഖ്യാപനത്തിന്റെ കൂടെ കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടതായ കാര്യങ്ങൾ ദ്രുതഗതിയിൽ അവർ ചെയ്താൽ നമുക്ക് ആശ്വാസകരമാണ്. അത് ചെയ്യാനുള്ള നടപടിയാണ് ഇനി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണ്ടത്. അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 13 അനുസരിച്ച് ലോണുകൾ എഴുതി തള്ളാനുള്ള നടപടി ഉണ്ടാവണം. നമ്മൾ അധിക സഹായം ചോദിച്ചു. ആ അധിക സഹായം 219 കോടി രൂപ അടിയന്തര സഹായമാണ്. ആ അടിയന്തര സഹായം അവർ നൽകിയിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പുനരധിവാസത്തിനും അതുപോലെ പുനഃക്രമീകരണത്തിനും വേണ്ടിയിട്ടുള്ള സഹായം നമ്മൾ ചോദിച്ചു. ആ സഹായം ഇനി ലഭ്യമാകേണ്ടതുണ്ട്. നവംബർ 13-ാം തീയതി നമ്മൾ
PDNA റിപ്പോർട്ട് നമ്മൾ സമർപ്പിച്ചതാണ്. ആ PDNA റിപ്പോർട്ടിനെ തുടർന്ന് നമുക്ക് കിട്ടേണ്ടതായിരിക്കുന്ന സഹായം അത് ഇതുവരെ നമുക്ക് ലഭ്യമാക്കാനുള്ള നടപടികൾ ആയിട്ടില്ല. മറ്റൊന്ന്, കാര്യം പെട്ടെന്ന് നടക്കത്തില്ലെന്നാണോ താങ്കൾ പറയുന്നത്? ഈ കഴിഞ്ഞ ഡിസംബർ 20 സെൻട്രൽ ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ഒരു പുതിയ ഗൈഡ് ലൈൻ വന്നിട്ടുണ്ട്. ആ ഗൈഡ് ലൈൻ അനുസരിച്ച് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്, അത് സ്കീം ഫോർ സ്പെഷ്യൽ അസിസ്റ്റൻസ് ടു സ്റ്റേറ്റ്സ് ഫോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്നതായിരിക്കുന്ന ഹെഡിൽ കേരളത്തിന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വേണ്ടി ഈ ദുരന്ത മേഖലകളിലുള്ളതായ സഹായത്തിന് അവകാശമുണ്ട്. അപ്പൊ ഇതെല്ലാം ലഭ്യമാക്കാനുള്ള ഉത്തരവാദിത്തം അടിയന്തരമായി ചെയ്യണം. ഇതുപോലെ കാലതാമസം ഇനിയുള്ള നടപടിയിൽ ഉണ്ടാവരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള. താങ്ക് യു ടി സിദ്ദീഖ് എം എൽ എ. ഉമേഷ് ബാലകൃഷ്ണൻ, യഥാർത്ഥത്തിൽ ടി സിദ്ദീഖിന്റെ ഒരു ആശങ്ക മനസ്സിലായല്ലോ. കാരണം ഇത്രയും കാലമെടുത്തു ഇങ്ങനൊരു പ്രഖ്യാപനം വരാൻ തന്നെ, ഒരുപാട് കാലവിളംബം ഇനി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം ഭയപ്പെടുന്നു. അവിടുത്തെ ഒരു MLA എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടോ? നമ്മുടെ അന്വേഷണത്തിൽ എന്താ മനസ്സിലായത്? തീർച്ചയായും 5 മാസം വൈകിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തൽ. കാരണം ഇത് അതിതീവ്ര സ്വഭാവമുള്ള ദുരന്തമാണ് എന്ന് കേന്ദ്രം കോടതിയിലും ഹൈക്കോടതിയിലും സമ്മതിച്ചതാണ്, പാർലമെന്റിലും സമ്മതിച്ചതാണ്. പക്ഷേ ഇതിന് ഔദ്യോഗിക വേർഷം വരണമെങ്കിൽ അതിനെ ഔദ്യോഗികമായി തന്നെ കേന്ദ്രം ഇത് അറിയിക്കണം. അത് അറിയിച്ചില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതിന് ഇത്തരത്തിൽ നേരത്തെ തന്നെ അറിയിച്ചിരുന്നെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട PDNA സഹായം റിപ്പോർട്ട് അനുസരിച്ചുള്ള സഹായത്തിന് വേണ്ടി കൂടുതൽ സമ്മർദ്ദം ചെലുത്താനാകും. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ MP-മാരിൽ നിന്നും MP ഫണ്ട് ലഭിക്കാനുള്ള സമ്മർദ്ദം ചെലുത്താനാകും. അതുകൂടാതെ ഈ പറഞ്ഞതുപോലെ നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ സഹായം വിവിധ വകുപ്പുകളിൽ നിന്ന്, വിവിധ മന്ത്രാലയങ്ങളിൽ നിന്ന് ലഭിക്കാനുള്ള സമ്മർദ്ദം ചെലുത്താനാകും. സ്വാഭാവികമായി ഇപ്പോൾ ഇത് അംഗീകരിച്ച സാഹചര്യത്തിൽ ഇനി മാത്രമേ സംസ്ഥാന സർക്കാരിന് വിവിധ വകുപ്പുകളിലേക്ക് കത്തയക്കാനാകൂ, MP-മാരുടെ സഹായത്തിന് വേണ്ടി സമ്മർദ്ദം ചെലുത്താനാകൂ. സ്വാഭാവികമായി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കും പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും അതിൻ്റെ കാലതാമസം ഉണ്ടാകും. ആ ദിവസങ്ങളിലടക്കം ഇപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക്, വാടക വീടുകളിലെല്ലാം താമസിക്കുന്നവർക്ക് അതിൻ്റെ വാടകയും അതിന്റെ ചെലവുകളും സർക്കാർ നൽകേണ്ടി വരും. തൊഴിലടക്കം, തൊഴിൽ സാഹചര്യങ്ങളടക്കം പുനർസൃഷ്ടിക്കേണ്ടതുണ്ട്. അതിനെല്ലാം അതിൻ്റെതായ കാലതാമസം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സിദ്ദീഖ് MLA പറഞ്ഞത് ഒരു വസ്തുതയായ കാര്യം തന്നെയാണ്. താങ്ക് യു ഉമേഷ് ബാലകൃഷ്ണൻ. ഇനി വിനോദ് നാരായണൻകുട്ടി യൂട്യൂബിൽ സംശയം ചോദിച്ചിരിക്കുന്നു. നാളെ എത്ര മണി മുതലാണ് പുതുവത്സര ആഘോഷ പരിപാടികൾ? നാളെ രാത്രി 7 മണി മുതൽ നമ്മളത് സംപ്രേഷണം ചെയ്തു തുടങ്ങും. നമ്മൾ എന്തായാലും ഈ പുതുവത്സരം നമുക്ക് പൊളിക്കണ്ടേ? നമുക്ക് പൊളിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വരികയാണ്. നാളെ രാത്രി 7 മണിക്ക് അതിൻ്റെ തിരശ്ശീല ഉയരും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്, മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് ഹൈക്കോടതി ഉത്തരവിൽ ആശയക്കുഴപ്പം. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കണമെന്ന് സർക്കാർ ഉത്തരവ് ശരിവയ്ക്കുന്ന കോടതി എസ്റ്റേറ്റ് ഉടമകൾക്ക് മുൻകൂർ പണം നൽകണമെന്ന് കൂടി പറയുന്നതാണ് ഈ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത്. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നു. ശ്രീജിത്ത്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്താണ് ഇതിന് ഈ വിധിയിലുള്ള ആശയക്കുഴപ്പം? മുൻകൂർ പണം നൽകണം എന്ന് കോടതി വിധിയിലുണ്ട് താനും. അതുകൊണ്ട് ഈ ആരിസൺ മലയാളം പോലുള്ള സ്ഥാപനങ്ങൾക്ക് എന്താണ് ഒരു അഡ്വാൻറ്റേജ്? പണം മുൻകൂർ കിട്ടുമെന്നുള്ളതാണോ? ഈ ഹൈക്കോടതി ഈ മാസം 27-നാണ് കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റും മേപ്പാടിയിലെ ഹാരിസന്റെ ഉടമസ്ഥതയിലുള്ള നെടുമ്പോല എസ്റ്റേറ്റും ഏറ്റെടുക്കാനുള്ള അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഈ ഉത്തരവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ആശയക്കുഴപ്പം, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരമാണ് ഈ എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കാൻ സർക്കാർ ഉത്തരവിറക്കിയത്. ആ ഉത്തരവ് കോടതി ശരിവെക്കുന്നു. എന്നാൽ ഇങ്ങനെ ഏറ്റെടുക്കുമ്പോൾ എസ്റ്റേറ്റ് ഉടമകൾക്ക് മുൻകൂർ നഷ്ടപരിഹാരം നൽകണം എന്നതാണ് കോടതി നിർദ്ദേശിക്കുന്ന കാര്യം. സാധാരണ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം ഇത്തരത്തിൽ ഭൂമി ഏറ്റെടുക്കുന്ന സമയത്ത് ആ ഭൂമി അല്ലെങ്കിൽ തർക്കഭൂമി വേണമെങ്കിൽ, അതായത് ഇപ്പോൾ ഈ 2 എസ്റ്റേറ്റുകളുടെയും ഉടമസ്ഥാവകാശം സംബന്ധിച്ച് സർക്കാരും ഉടമകളും തമ്മിൽ കേസ് നിലനിൽക്കുന്നുണ്ട്. ആ സിവിൽ കേസുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സിവിൽ കേസുള്ള ഭൂമി സർക്കാർ ഏറ്റെടുക്കുമ്പോൾ ആ ഏറ്റെടുക്കുന്ന തുക ഉടമകൾക്കല്ല കൈമാറുക. സാധാരണ കോടതിയിൽ കെട്ടിവെച്ചാണ് അതിൻ്റെ ഈ നിയമവ്യവഹാരം നടന്നു പോകുന്നത്. പിന്നീട് ഈ വിധി ആർക്കാണ് അനുകൂലമായി വരിക ആ പണം അവർക്ക് ലഭിക്കുന്നതാണ് നിലവിലുള്ള രീതി. എന്നാൽ ഈ കോടതി ഉത്തരവിൽ പറയുന്നത് ഈ എസ്റ്റേറ്റ് ഉടമകൾക്ക് മുൻകൂറായി നഷ്ടപരിഹാര തുക നൽകണം, അവരുമായൊരു ബോണ്ട് ഒപ്പിട്ട് സർക്കാരും അവരും തമ്മിലൊരു ബോണ്ട് ഒപ്പിടണം എന്നും പറയുന്നുണ്ട്. ഇത് രണ്ടും സർക്കാരിൻ്റെ നിലവിലുള്ള നടപ്പ് രീതികൾക്ക് വിരുദ്ധമാണ് എന്നതാണ് റവന്യൂ വകുപ്പ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. അതാണ് പ്രധാനമായും ആശയക്കുഴപ്പത്തിൻ്റെ കാര്യം. ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം ഏറ്റെടുക്കുന്ന ഭൂമിക്ക് മുൻകൂറായി നഷ്ടപരിഹാരം നൽകുമ്പോൾ അതൊരു വലിയ ഭീമമായ തുകയാണ്. ഏതാണ്ട് 2 എസ്റ്റേറ്റുകൾക്കുമായി ഏതാണ്ട് 400 കോടി രൂപ ചിലവാക്കേണ്ടി വരും. ഒപ്പം തന്നെ അഡീഷണൽ കോമ്പൻസേഷൻ നൽകേണ്ടി വരും. ഇത്രയും തുക മുൻകൂറായി എസ്റ്റേറ്റ് ഉടമകൾക്ക് നൽകിയാൽ അത് പിന്നീട് കേസ് അനുകൂലമായി വരികയാണെങ്കിൽ അവർ തിരികെ നൽകും എന്നാണ് കോടതി ഉത്തരവിൽ പറയുന്നത്. എന്നാൽ അത്രയും
കാലം ഈ സിവിൽ കേസുകളൊക്കെ തീർപ്പായി വരാൻ 10-15 കൊല്ലമെടുക്കും. അത്രയും കാലം സർക്കാരിൻ്റെ പണം, പൊതുപ്പണം ഈ എസ്റ്റേറ്റ് ഉടമകളുടെ കയ്യിൽ കിട്ടും. എന്നാൽ അത് തിരിച്ചു നൽകുമ്പോൾ പോലും അതിൻ്റെ പലിശ ഇനത്തിലുള്ള തുക പോലും നഷ്ടമാകും. അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ടായെന്ന കാര്യം പൊതുവിൽ ഉയർന്നത്. ഈ കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് മന്ത്രിസഭയാണ്. ജനുവരി 1 ചേർന്ന മന്ത്രിസഭ ഈ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ എന്ത് നടപടിയെടുക്കണമെന്ന കാര്യം തീരുമാനിക്കും. അപ്പീൽ പോകണം എന്നടക്കമുള്ള വാദങ്ങളുണ്ട്. അത് സർക്കാർ മുഖ്യമന്ത്രിയാണ് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനമെടുക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ വകുപ്പാണ്. അതുകൊണ്ട് തന്നെ ക്യാബിനറ്റിലായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം വരിക. SKN. ഓക്കെ, ആർ ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്. BRNK ചോദിക്കുന്നു, സിദ്ദീഖിനോടാണോ ഈ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചതിൻ്റെ കാര്യമൊക്കെ ചോദിക്കുന്നത്? സർക്കാരിൻ്റെ ആരെയും കിട്ടിയില്ലേ? ന്യായമായ ചോദ്യമാണ്. ചീഫ് സെക്രട്ടറിയെ ടെലിഫോണിൽ വിളിക്കാൻ നമ്മൾ പ്രൊഡക്ഷൻ കൺട്രോൾ റൂമിൽ നിന്ന് ശ്രമിച്ചിരുന്നു. 2 തവണ ശ്രമിച്ചെങ്കിലും അവരെന്തോ മീറ്റിങ്ങിലാണെന്ന് തോന്നുന്നു. അവർ ടെലിഫോൺ കട്ട് ചെയ്യുകയാണ്. അതിൻ്റെ അർത്ഥം എന്തോ ഒഴിവാക്കാൻ പറ്റാത്ത ഇവിടെ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാവാം ഫോൺ കട്ട് ചെയ്തത്. അല്ലെങ്കിൽ നമ്മളൊരു സർക്കാർ പ്രതിനിധി തന്നെയല്ലേ ആദ്യം വിളിക്കൂ? 24 തന്ത്രമൊക്കെ താങ്കൾക്ക് അറിഞ്ഞൂടെ? കോഴിക്കോട് കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഓഫീസർ വിജിലൻസിൻ്റെ പിടിയിലായി. പന്തീരങ്കാവ് വില്ലേജ് ഓഫീസർ അനിൽകുമാറാണ് ഇങ്ങനെ പിടിയിലായത്. പെട്രോൾ പമ്പിനായി 2 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. ആദ്യ ഗഡുവായ 50,000 രൂപ വാങ്ങുന്നതിനിടെ പിടിക്കപ്പെട്ടു. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. മിഥില, 2 ലക്ഷം രൂപയൊക്കെ വില്ലേജ് ഓഫീസറുടെയൊക്കെ റേറ്റൊക്കെ ഉയർന്നു അല്ലേ? നമ്മൾ അറിഞ്ഞില്ല. SKN ശരിക്കും 2 ലക്ഷം രൂപയല്ല, 10 ലക്ഷം രൂപയാണ് ചോദിച്ചത്. പിന്നീട് അത് 2 ലക്ഷം രൂപയായി. ഈ 2 ലക്ഷം രൂപ ഇന്ന് കൈമാറാനായിരുന്നു പറഞ്ഞത്. അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപത്തെ സന ഹോട്ടലെത്തുന്നു. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ഈ സന ഹോട്ടലിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ സന ഹോട്ടലിൽ വെച്ചാണ് ഇത്തരത്തിൽ വിജിലൻസിൻ്റെ പിടിയിൽ ഈ വില്ലേജ് ഓഫീസർ അനിൽകുമാർ പിടിയിലാവുന്നത്. 28-നാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട പരാതി വിജിലൻസ് ലഭിക്കുന്നത്. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി ഈ വില്ലേജ് ഓഫീസർക്കെതിരെ ശേഖരിക്കാവുന്ന മുഴുവൻ തെളിവുകളും ശേഖരിച്ചതിന് ശേഷമാണ് ഇന്ന് ഇത്തരമൊരു ട്രാപ്പ് ഇവിടെ സന ഹോട്ടലിൽ വിജിലൻസ് ഒരുക്കിയത്. അങ്ങനെയാണ്. ഇതിൽ വില്ലേജ് ഓഫീസർ ആരാണ്? ഇപ്പോൾ സംസാരിക്കുന്ന ആളാണോ? ദൃശ്യത്തിൽ ഇപ്പോൾ കാണുന്ന ആളാണോ വില്ലേജ് ഓഫീസർ? കാര്യം അവിടെ 2-3 മനുഷ്യരുണ്ട്. അതെ, ഇപ്പോൾ അവിടെ ഇരുന്ന് സംസാരിക്കുന്ന ഉടുപ്പിന്റെ നിറം പറഞ്ഞാൽ മതി, വില്ലേജ് ഓഫീസർ. ഈ വില്ലേജ് ഓഫീസർ എന്ന് പറയുന്നത് വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരു സസ്പെക്റ്റഡ് ലിസ്റ്റിലുള്ള ആളാണ്. അങ്ങനെയാണ് ഈ ഒരു സംഭവം. ഈ സംഭവം എന്നത് പന്തീരങ്കാവ് കരിമ്പാലത്ത് പെട്രോൾ പമ്പിനായി ഭൂമി തരം മാറ്റുന്നതിനായാണ് കൈക്കൂലി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം 10 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെടുന്നു. പിന്നീട് അത് 2 ലക്ഷം രൂപയായി മാറുന്നു. ആ 2 ലക്ഷം രൂപ ഇന്ന് കൈമാറണമെന്നായിരുന്നു ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അത് കൈമാറുന്നതിനിടെ 50,000 രൂപ കൈമാറുന്നതിനിടയിലാണ് പിടിയിലായത്. ഇപ്പോൾ നമുക്ക് ഉദ്യോഗസ്ഥൻ്റെ ഒരു പ്രതികരണം കൂടി തേടാം. സർ, എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്? മുമ്പ് ഇയാൾക്കെതിരെ ഒരു മിസ്അപ്രോപ്രിയേഷൻ കേസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഈ കേസ് അന്വേഷണത്തിൽ ബാക്കിയുള്ള എടുക്കുന്നതാണ്. ഇപ്പോൾ പറയേണ്ടത് നമ്മൾ അത് എങ്ങനെയാണ് ഇയാളിലേക്ക് എത്തിയത്, എങ്ങനെയാണ് പിടിയിലായത്? ഇവരെ പരാതിക്കാരൻ പരാതിയായിട്ട് വിജിലൻസ് ഓഫീസിൽ സമീപിച്ചു. തുടർന്ന് നമ്മൾ അതിൽ ട്രാപ്പ് സെറ്റ് ചെയ്തു, FIR രജിസ്റ്റർ ചെയ്തു. ട്രാപ്പ് മണി ഇയാൾക്ക് പരാതിക്കാരൻ ഹാജരാക്കി തന്ന പൈസ ട്രാപ്പ് മണി സെറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ആ പരാതിക്കാർ വശം കൊടുത്തയച്ചു. ഈ പരാതിക്കാരനോട് പ്രതി ഇന്ന സ്ഥലത്ത് എത്താൻ പറഞ്ഞു. അപ്പോൾ ആ പ്രതിക്ക് അവിടെ വെച്ച് പരാതിക്കാരൻ പൈസ കൈമാറുന്ന സമയത്ത് നമ്മളെ വിജിലൻസ് ഇവരെ ട്രാപ്പിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. പരാതി ലഭിച്ചത് 28-നായിരുന്നു. 28-ാം തീയതിയാണ് പരാതി ലഭിച്ചിട്ടുള്ളത്. ഈ പ്രതിനെ പറ്റി മുൻപ് നമുക്ക് പരാതി ഉണ്ടായിരുന്നു. ഈ സസ്പെക്റ്റഡ് ലിസ്റ്റിലുള്ള ആളാണെന്ന് പറയുന്നു. ലിസ്റ്റിൽപ്പെട്ട ഒരു ഓഫീസറാണ് ഇയാൾ. നിരവധി പരാതികൾ അവർക്കെതിരെ കിട്ടാറുണ്ട്. അപ്പം വില്ലിംഗ് ആയി വരുന്ന പരാതിക്കാരിൽ നിന്നാണ് നമ്മൾ ട്രാപ്പ് സെറ്റ് ചെയ്യുന്നത്. പെട്രോൾ പമ്പിനായിട്ടായിരുന്നു അത്. പെട്രോൾ പമ്പിന്റെ ആവശ്യത്തിലാണ് ഭൂമി തരം മാറ്റുന്നത്. പെട്രോൾ പമ്പ് നടത്താൻ വേണ്ടിയിട്ട് അവരൊരു എന്റർപ്രണറായിട്ട് വന്നിട്ടുള്ള ആളുകളാണ് ഈ പരാതിക്കാർ. ആര് നേതൃത്വത്തിലായിരുന്നു റെയ്ഡും? കോഴിക്കോട് വിജിലൻസ് യൂണിറ്റ്, കോഴിക്കോട് യൂണിറ്റിലെ DYSP ബിജു സാർ, KK ബിജു സാറിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് റെയ്ഡ് ചെയ്തത്. SKN ഇതാണ് വിജിലൻസിൻ്റെ നേതൃത്വത്തിൽ DYSP KK ബിജുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത്തരത്തിലുള്ള ഒരു ട്രാപ്പ് ഒരുക്കിയത്. 28-നാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി വിജിലൻസിന് ലഭിക്കുന്നത്. കരിമ്പാനത്ത് പെട്രോൾ പമ്പിനായി ഭൂമി തരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ടാണ് കൈക്കൂലി ചോദിച്ചത്. നേരത്തെ ചോദിച്ച പോലെ ആദ്യം 10 ലക്ഷം രൂപയായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് 2 ലക്ഷത്തിലേക്ക് എത്തി. ഇന്ന് 2 ലക്ഷം രൂപ കൈമാറണമെന്നായിരുന്നു ആവശ്യപ്പെട്ടത്. ആ 2 ലക്ഷം രൂപ കൈമാറുന്ന 50,000 ഇന്ന് കൈമാറാൻ വന്നിട്ടുണ്ടായിരുന്നത്. ആ കൈമാറുന്നതിനിടെ വിജിലൻസ് ഒരുക്കിയ ഒരു ട്രാപ്പിൽ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ ഒരു വില്ലേജ് ഓഫീസർ അനിൽകുമാർ പെടുകയായിരുന്നു. ഈ അനിൽകുമാർ എന്നത് നേരത്തെയും വിജിലൻസിൻ്റെ ഒരു സസ്പെക്റ്റഡ് ലിസ്റ്റിലുള്ള ആളാണെന്ന് പറയുന്നു. ഇനി തുടർ നടപടികൾ ഇപ്പോൾ ഇവിടെ ഈ സന ഹോട്ടലിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. SKN. ഓക്കെ, എന്തായാലും നന്നായി. ഓക്കെ, താങ്ക് യു മിഥില ബാലൻ. ഭൈരവൻ കണ്ണൂർ പറയുന്നു, ചീഫ് സെക്രട്ടറി ഇല്ലെങ്കിൽ T. സിദ്ദിഖ്
വല്ലാത്ത ലോകം തന്നെയാണ്. SKN താങ്കൾ സൃഷ്ടിക്കുന്നത് നിഷ്പക്ഷതയൊക്കെ ബീഡി വലിക്കാൻ പോയെന്നാണ് തോന്നുന്നതെന്നാണ് എൻ്റെ ഭൈരവ. അതൊന്നും അല്ല കാര്യം. അതായത് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ പണം കിട്ടാൻ ഒരുപാട് കാലതാമസമുണ്ടെന്ന് അവിടുത്തെ സിറ്റിംഗ് MLA ആയ ടി സിദ്ദിഖിന് ഒരഭിപ്രായമുണ്ട്. ആ അഭിപ്രായം നമ്മൾ പ്രേക്ഷകരെ അറിയിക്കുന്നു. അല്ല സിദ്ദിഖിന് ചീഫ് സെക്രട്ടറിക്ക് പകരം സിദ്ദിഖെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. താങ്കളെ തെറ്റിദ്ധരിച്ചിരിക്കുക. അതായത് ചീഫ് സെക്രട്ടറി നമ്മൾ വിളിക്കാൻ ഉദ്ദേശിച്ചത് ഇതിൻ്റെ ഔദ്യോഗികമായ കത്ത് ലഭിച്ച കാര്യം, ഈ കത്ത് കിട്ടിയാൽ പിന്നെ സർക്കാരിൻ്റെ മുന്നിലുള്ള വഴികൾ, ഇതൊക്കെ പറയാൻ ഔദ്യോഗികമായി ഇതിനെ സംസാരിക്കാൻ വേണ്ടിയാണ് ചീഫ് സെക്രട്ടറിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചത്. അല്ലാതെ ടി സിദ്ദിഖ് പറയുന്നത് വേറെ കാര്യമാണ്. താങ്കൾ എനിക്കൊന്ന് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കണ്ണിലൂടെ അത് കണ്ടു. എൻ്റെ ഭൈരവ. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടി സുനി 1 മാസത്തെ പരോളിൽ പുറത്തിറങ്ങി. മനുഷ്യാവകാശ കമ്മീഷന്റെ കത്ത് പരിഗണിച്ചാണ് ജയിൽ വകുപ്പിന്റെ നടപടി. അതേസമയം വ്യവസ്ഥകൾ ലംഘിച്ചാണ് കൊടി സുനിക്ക് പരോൾ അനുവദിച്ചതെന്ന് KK രമ MLA ആരോപിച്ചു. വിസ്മയ കേസ് പ്രതി കിരൺകുമാറിനും പരോൾ അനുവദിച്ചിട്ടുണ്ട്. 5 വർഷത്തിന് ശേഷമാണ് കൊടിസുനി ജയിലിന് പുറത്തിറങ്ങുന്നത്. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കൊടിസുനിയുടെ അമ്മ മനുഷ്യാവകാശ കമ്മീഷന് അപേക്ഷ നൽകിയിരുന്നു. തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജയിൽ മേധാവിക്ക് കത്തു നൽകി. ഇത് പരിഗണിച്ചാണ് 30 ദിവസത്തെ പരോൾ അനുവദിച്ചത്. ജയിലിൽ കഴിയുമ്പോൾ മറ്റു കേസുകളിൽ പ്രതിയായതിനാൽ പരോൾ നിഷേധിച്ചിരുന്നു. ജയിലിൽ നിന്ന് പരോൾ ലഭിച്ച ഘട്ടങ്ങളിൽ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിനെ തുടർന്ന് സുനിക്ക് പരോൾ നൽകരുതെന്ന് പോലീസ് റിപ്പോർട്ട് നൽകിയിരുന്നു. അസാധാരണ നടപടിയെന്ന് KK രമ MLA. 1 മാസത്തെ പരോൾ അനുവദിച്ചത് എങ്ങനെയാണ് എന്ന് മറുപടി കേരളത്തിലെ ഗവൺമെന്റ് പറയണം, ആഭ്യന്തര വകുപ്പ് പറയണം. ആഭ്യന്തര വകുപ്പ് മന്ത്രി അറിയാതെ ജയിൽ DGPക്ക് മാത്രം ഇത്തരത്തിലൊരു ഉത്തരവ് ഇറക്കാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇത് തീർച്ചയായിട്ടും ഈ ഒരു പ്രതി, ഈ ക്രിമിനൽ നാട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് 1 മാസം നാട്ടിൽ നിന്നാൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നതിന് ഉത്തരവാദിത്തം ആർക്കാണ് ഉണ്ടാവുക? അപ്പോൾ വളരെ സംശയാസ്പദമാണ്, അസാധാരണമായ ഒരു സാഹചര്യമാണ്. സ്ത്രീധന പീഡനത്തെ തുടർന്ന് BAMS വിദ്യാർത്ഥിനി വിസ്മയ ജീവനൊടുക്കിയ കേസിൽ 10 വർഷം തടവ് ശിക്ഷ വിധിച്ച കിരൺകുമാർ നിലവിൽ പൂജപ്പുര സെൻട്രൽ ജയിലിലാണ്. പോലീസ് റിപ്പോർട്ട് തള്ളിയാണ് ജയിൽ വകുപ്പ് പരോൾ അനുവദിച്ചത്. നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് വിസ്മയയുടെ പിതാവ്. പോലീസ് റിപ്പോർട്ട് വരെ തള്ളിയിട്ടാണ് ജയിൽ DGP അവന് പരോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു ഏതർത്ഥത്തിലാണെന്ന് നമ്മൾ അന്വേഷിക്കേണ്ടത്. അപ്പോൾ അത് നമ്മളെ നിയമ സംവിധാനത്തിനെയൊക്കെ മറികടന്നുകൊണ്ട് DGPക്ക് അങ്ങനെ ഒരു അധികാരം ഉണ്ടോ എന്ന് നമുക്കറിയില്ല. എങ്ങനെ അവനിത് കൊടുത്തെന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് അന്വേഷണിച്ചേ ഒക്കുള്ളൂ. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകും. ആദ്യം നൽകിയ അപേക്ഷയിൽ പോലീസ് റിപ്പോർട്ട് കിരണിന് എതിരായിരുന്നു. എന്നാൽ രണ്ടാമത് നൽകിയ അപേക്ഷയിൽ പ്രൊബേഷൻ റിപ്പോർട്ടും അനുകൂലമായും പോലീസ് റിപ്പോർട്ട് പ്രതികൂലമായും വന്നു. പിന്നീടാണ് ജയിൽ മേധാവി അപേക്ഷ പരിഗണിച്ച് 30 ദിവസത്തെ പരോൾ അനുവദിച്ചത്. 24 തിരുവനന്തപുരം. എന്തായാലും വല്ലാത്ത ഒരു ലോകമാണ്. KK രമ അതിനിശ്ചിതമായ വാക്കുകളിലാണ് ഈ തീരുമാനത്തെ വിമർശിച്ചത്. മനുഷ്യാവകാശ കമ്മീഷൻ തീർച്ചയായിട്ടും അവകാശ ലംഘനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ഇടപെടാനുള്ള ഏജൻസി തന്നെയാണ്, ഭരണഘടനാ ഏജൻസി തന്നെയാണ്. എന്നിരുന്നാലും ഇത്തരം കാര്യങ്ങളിൽ ഒരു എടുക്കുന്ന നിലപാട് എനിക്കൊന്ന് KK രമ പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. KK രമ MLA ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. KK രമ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ഈ കൊടി സുനിക്ക് പരോൾ അനുവദിച്ചാൽ താങ്കൾ വളരെ നിശിതമായ വിമർശനങ്ങൾ ഉന്നയിച്ചു. മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇടപെടലാണ് ഇതിന് കാരണമെന്ന് പറയുന്നു. താങ്കൾ ഇപ്പോഴും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ? പിന്നെ എന്ത് അവകാശമാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഈ കാര്യത്തിൽ ഇടപെടാനുള്ളത്? മനുഷ്യാവകാശ കമ്മീഷൻ എങ്ങനെയാണ് പരോൾ അനുവദിക്കാൻ വേണ്ടി ശുപാർശ കൊടുക്കുക? അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നിയമത്തെ മുഴുവൻ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനം ജയിൽ DGP എടുത്തിരിക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആണ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ എങ്ങനെയാണ് സാധിക്കുക? ഏത് നിയമപ്രകാരമാണ്? ഈ കൊടിസുനി എന്ന് പറയുന്ന ഈ കൊടും ക്രിമിനൽ നേരത്തെയൊക്കെ പരോളിൽ ഇറങ്ങി നിരവധി ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ഏകദേശം 12ഓളം കേസുകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ക്രിമിനൽ കേസുകൾ. അതില് പ്രൊഡക്ഷൻ വാറന്റ് ഉൾപ്പെടെയുള്ള കേസുള്ള ഒരു കുറ്റവാളിയാണ്. ആ കുറ്റവാളിക്ക് ഈ നിയമങ്ങളൊന്നും പരിശോധിക്കാതെ ഇപ്പോൾ 30 ദിവസമാണ് പരോൾ അനുവദിച്ചിരിക്കുന്നത്. അത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? അതാണ് ഒരു സംശയം ചോദിച്ചോട്ടെ. അതായത് ഈ കൊടിസുനി പോലുള്ള പ്രതികൾക്ക് ജാമ്യം, പരോള് ഒരു ദിവസം പോലും അനുവദിക്കരുതെന്ന് കോടതി വിധിയിൽ പറഞ്ഞിട്ടുണ്ടോ?
ശ്രീകണ്ഠനാരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞത് റെമിഷൻ, യാതൊരുവിധ റെമിഷൻസും പാടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പരോൾ അനുവദിക്കരുത് എന്ന് പറഞ്ഞില്ല. പരോൾ ഒരു പ്രതിയെ സംബന്ധിച്ച് നിയമപ്രകാരം അവർക്ക് ലഭ്യമാകേണ്ടതാണ് പരോൾ. ആ പരോൾ അനുവദിക്കുന്നതിന് ചില ചട്ടങ്ങളുണ്ട്. ആ നിയമത്തിനും ചട്ടങ്ങൾക്കും വിധേയമായി മാത്രമേ പരോൾ അനുവദിക്കാൻ സാധ്യമാവുകയുള്ളൂ. ഇവിടെയാണ് അത് മുഴുവൻ നിഷ്ഫലമാക്കിക്കൊണ്ട് അതൊന്നും പാലിക്കപ്പെടാതെ ഈ കൊടുസുനിക്ക് ഇപ്പൊ ഈ പരോൾ അനുവദിക്കപ്പെട്ടത്. അതാണ് നമ്മൾ വിമർശിക്കുന്നത്. അതിനെയാണ് അതിശക്തമായി എതിർക്കുന്നത്. അതുകൊണ്ട് നിയമപരമായിട്ട് തന്നെ ഇത് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ച് ഇതിനെതിരായിട്ട് നിയമ നടപടി ആലോചിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. എന്നായിരിക്കും കെ രമ നടപടിയിലേക്ക് നീങ്ങാൻ പോകുന്നത്? ബഹുമാനപ്പെട്ട വക്കീലുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതിനുശേഷം മറ്റ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തതിനു ശേഷം വക്കീൽ അത് ചെയ്യും. ഓക്കെ, താങ്ക് യു ശ്രീമതി കെ രമ നമുക്കൊപ്പം ചേർന്നതിന്. ഇതേ വിഷയത്തെക്കുറിച്ച് ഷാഫി പറമ്പിൽ MP ഇപ്പോൾ സംസാരിക്കുന്നു. അതിന്റെ തത്സമയം ഈ കേസിൽ കൊടുത്തിട്ടുള്ളത് എല്ലാവർക്കും അനുവദിക്കുന്ന പോലെ അല്ല. എല്ലാ മാനദണ്ഡങ്ങളും ചട്ടങ്ങളും കാറ്റിൽ പറത്തി അതിനെയൊക്കെ മറികടന്ന് പ്രത്യേക താല്പര്യത്തോടെ ഈ 1 മാസത്തെ പരോള് കൊടുത്തിരിക്കുക. എന്താ പ്രത്യേക താല്പര്യം? പാർട്ടിക്ക് അറിവില്ലാത്ത കേസ്, പാർട്ടി ചെയ്യിപ്പിച്ചിട്ടില്ലാത്ത കേസ്, പാർട്ടിക്ക് ഒരു ബന്ധവുമില്ലാത്ത കേസ്, അവർക്ക് ഇവരെ അറിയേയില്ല. എന്നിട്ട് എന്തിനാ പിന്നെ ഇങ്ങനത്തെ പരോള് കൊടുക്കുന്നത്? അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. ഇപ്പോൾ കൃപേഷിൻ്റെയും ശരത്തിൻ്റെയും കേസിൽ വരെ നമ്മൾ കണ്ടതല്ലേ. ആ അച്ഛൻ്റെയും അമ്മയുടെയും പിന്നെ മനുഷ്യാവകാശത്തിന് ഇവർക്ക് പുല്ല് വിലയായിരുന്നല്ലോ. ഷാഫി പറമ്പിൽ MLA സംസാരിക്കുകയായിരുന്നു, MP സംസാരിക്കുകയായിരുന്നു. കോവിഡ് ബാധിതയല്ലാത്ത ആൾക്ക് കോവിഡ് ചികിത്സ നൽകിയതിൽ 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ. എറണാകുളത്തെ മെഡിക്കൽ സെന്റർ ആശുപത്രിക്കും ഡോക്ടർ റോയി ജോർജിനുമെതിരെയാണ് കോടതിയുടെ വിധി. മലപ്പുറം കക്കടാമ്പുയിൽ സ്വദേശികളായ സോജി റെനി ദമ്പതികളാണ് 3 വർഷം നീണ്ട നിയമ പോരാട്ടം നടത്തിയത്. കടുത്ത മാനസിക പ്രയാസവും ആരോഗ്യ പ്രശ്നങ്ങളും നേരിട്ടെന്ന് സോജി 24-നോട്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. 2020 ഞങ്ങൾ എൻ്റെ വൈഫിനൊരു കിഡ്നി സംബന്ധമായ ചെറിയ പ്രശ്നമായിട്ടാണ് ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ പോയത്. അന്ന് കോവിഡിൻ്റെ പീക്ക് ടൈമാണ്. കാഷ്വാലിറ്റിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ ഡോക്ടർ പറയുന്നത് ഇത് അക്യൂട്ട് കോവിഡ് കേസാണ്, നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി ICUവിൽ കയറണം എന്നാണ് പറയുന്നത്. RT-PCR റിസൾട്ട് വന്ന് കൺഫേം ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാവുന്നുള്ള റിക്വസ്റ്റിലാണ് ഞാൻ ആളെ ഹോസ്പിറ്റലിലേക്ക് വിട്ടുകൊടുക്കുന്നത്. RT-PCRൻ്റെ റിസൾട്ട് വന്ന് ഞങ്ങൾ 3 പേരും നെഗറ്റീവാണ്. ഡോക്ടർക്ക് മെയിൻലി എന്തോ ഒരു ഉദ്ദേശമുള്ള മാതിരിയാണ് അയാൾ സംസാരിക്കുന്നത്. അവർ ആദ്യം തന്നെ കോവിഡ് ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തു തുടങ്ങിയിരുന്നു. പിറ്റേ ദിവസം RT-PCR നെഗറ്റീവ് വന്നപ്പോൾ ശേഷവും വീണ്ടും ഈ കോവിഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് അവർ കണ്ടിന്യൂ ചെയ്യേണ്ടത്. അങ്ങനെ വൈഫ് വിചാരിക്കുന്നത് ഞാൻ കോവിഡ് പേഷ്യൻ്റാണ്, ഞാൻ എപ്പോൾ വേണമെങ്കിലും മരിക്കും എന്നുള്ള കണ്ടീഷനാണ് വൈഫ് ഇരിക്കുന്നത്. കാരണം മറ്റ് പേഷ്യൻസൊക്കെ മരിക്കുന്നത് കാണുകയും ചെയ്യാണ്. ഇനി ആരും ഒരു ഡോക്ടേഴ്സും ഇതുപോലുള്ള അനീതി പ്രവർത്തിക്കരുത്, ഇതുപോലെയുള്ള കാര്യങ്ങൾ അധാർമികമായ കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഞങ്ങളിത് കേസിന് പോവുകയും ഇത് ഇവിടം വരെ എത്തിക്കുകയും ചെയ്തത്. മലപ്പുറത്ത് നിന്ന് ബിപിൻ സി വിജയൻ ചേരുന്നു. ബിപിൻ സി വിജയൻ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയൂ വിശദാംശങ്ങൾ. താങ്ക് യു SKN. ഇത് കോവിഡ് രൂക്ഷമായിരുന്ന 2021 മെയ്യിലാണ് ഈ സംഭവം നടക്കുന്നത്. എറണാകുളത്തെ ആശുപത്രിയിൽ അങ്ങനെ സോജിയെ പ്രവേശിപ്പിക്കുന്നു. ഈ പ്രവേശിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ആദ്യം ആന്റിജൻ ടെസ്റ്റാണ് എടുക്കുന്നത്. ആന്റിജൻ ടെസ്റ്റ് എടുത്തപ്പോൾ അതിൽ കോവിഡ് ഉണ്ടെന്നോ ഇല്ലെന്നോ ഇല്ലാത്തൊരു റിസൾട്ടാണ് വന്നത്. ഉടൻ തന്നെ അവിടെ അഡ്മിറ്റ് ആക്കുന്നു. പിന്നീട് RT-PCR എടുത്തു. ഈ RT-PCRന്റെ ഫലം നെഗറ്റീവ് ആയിരുന്നു എന്നുണ്ടെങ്കിലും ഇത് രോഗിയോട് പറയുന്നില്ല. അങ്ങനെ ICUവിൽ പ്രവേശിപ്പിക്കുന്നു. 2 ദിവസം കഴിഞ്ഞിട്ടും ഇതേ ചികിത്സയാണ് നൽകുന്നത്. അപ്പോൾ കിഡ്നി സംബന്ധമായ അസുഖമുണ്ട് എന്നുള്ളത് ഈ ഭർത്താവ് ആശുപത്രിയെ അറിയിച്ചു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ എന്നിട്ടും ഈ കോവിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സയാണ് നൽകിയത്. അതിനുശേഷം അവിടുന്ന് നിർബന്ധപൂർവ്വം ഇവർ ഡിസ്ചാർജ് വാങ്ങി മറ്റാശുപത്രിയിലേക്ക് പോവുകയായിരുന്നു. അത് ആ ഡിസ്ചാർജ് സമ്മറിയിലാണ് ഒരു കിഡ്നി സംബന്ധമായ അസുഖമുള്ള ഒരാൾക്ക് ഒരിക്കലും കൊടുക്കാൻ പാടില്ലാത്ത, എന്നാൽ കോവിഡ് രോഗികൾക്ക് വലിയ ഗുരുതരമായിട്ടുള്ള ഒരു കോവിഡ് രോഗിക്ക് കൊടുക്കാവുന്ന മരുന്നുകളാണ് ആ ദിവസങ്ങളിലൊക്കെ കൊടുത്തത് എന്നുള്ളത് ഈ ഡിസ്ചാർജ് സമ്മറിയിലൂടെയാണ് ഈ കുടുംബം മനസ്സിലാക്കുന്നത്. ശേഷം ഇവർ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതിയായി ചെന്നു. അങ്ങനെ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഡോക്ടർമാരുടെ ഒരു ടീമിനെ, ഒരു കമ്മീഷനെ വയ്ക്കുകയും ഇത് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ അങ്ങനെ ഒരു പരിശോധനയിലും ഇവർ ഈ പരിശോധനയ്ക്ക് വന്ന അസിസ്റ്റന്റ് DMO പറഞ്ഞിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് മറ്റൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് ഈ കേസും കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ചോദിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ റോജിയും റെനിയും പറയുന്നത്. അപ്പോൾ അവിടെ നിന്നും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിൽ നിന്നും ഒരു നീതി ലഭിച്ചില്ല. ഇങ്ങനെ നീതി ലഭിക്കാത്തതിനെ തുടർന്ന് ജില്ലാ ഉപഭോക്തൃ കമ്മീഷനെ സമീപിക്കുകയും ഇവർ ഈ കാര്യങ്ങൾ പറയുകയുമായിരുന്നു. അപ്പോൾ ഇതിൽ ആശുപത്രിയുടെ ഒരു വാദമുള്ളത് പ്രോട്ടോകോൾ പ്രകാരമാണ് മാത്രമാണ് നോക്കിയിട്ടുള്ളത്. കോവിഡ് സംശയം ഉള്ളതുകൊണ്ട് ആ രീതിയിലുള്ള
മരുന്നുകൾ കൊടുത്തു എന്നുള്ളതാണ്. എന്നാൽ ലോകാരോഗ്യ സംഘടന പോലും ജാഗ്രതയോടെ മാത്രം കോവിഡ് സമയത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരുന്ന് ഒരു കോവിഡും ഇല്ലാത്തൊരു രോഗിക്ക് കൊടുത്തത് മെഡിക്കൽ എത്തിക്സിന് പോലും എതിരാണ് എന്നുള്ളത് ഈ കമ്മീഷൻ നിരീക്ഷിച്ചു. ഇതേ തുടർന്നാണ് ഇപ്പോൾ 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും ഈ കോടതിയുടെ ചിലവിനായി 25,000 രൂപ നൽകാനും വിധിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ കിഡ്നി സംബന്ധമായ അസുഖം കൂടാനും ഇത് ഇടവരുത്തി എന്നുള്ള ഒരു വിലയിരുത്തൽ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോഴും ആ രോഗവുമായി ബന്ധപ്പെട്ട അവർ ചികിത്സയിൽ തുടരുകയാണ്. അപ്പോൾ കോവിഡിന്റെ പേരിൽ കോവിഡ് ഇല്ലാത്തൊരു രോഗിക്ക് ആ ചികിത്സ നൽകിയതിൽ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച സംഭവിച്ചു എന്ന് ഡോക്ടർക്കും ആശുപത്രിക്കും സംഭവിച്ചു എന്നുള്ളതാണ് കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത്. ഓക്കെ, ബിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഞാൻ ഈ ലൈവ് പരിപാടി സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഖത്തറിൽ നിന്ന് ഒരു ടെലിഫോണിൽ ഒരു മൊബൈൽ നമ്പർ, ഈ നമ്പർ ഞാൻ പുറത്തു വിടുകയാണ്. കാരണം അത്ര തെറിയാണ് ഇയാൾ ഈ എൻ്റെ മൊബൈലിലേക്ക് അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ നമ്പർ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ പുറത്തു വിടുകയാണ്. 00-974-5075-8609. ഖത്തറിലുള്ള മലയാളി സുഹൃത്തുക്കൾ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് ഇയാളെ ഒന്ന് വിളിക്കണം. കാര്യം ഈ ഇത്രയും കൂടുതൽ തെറി എഴുതാൻ വേണ്ടി അത്ര പോലെ ഒരു വിദേശ നാട്ടിൽ പോകണോ ഈ മനുഷ്യൻ എന്ന് നിങ്ങളൊന്ന് വിളിച്ചു ചോദിക്കണം. നമ്പർ വീട്ടിൽ കൂടി പറയാം, സൗകര്യമായിട്ട് എഴുതിക്കോളൂ. നിങ്ങളൊന്ന് റെക്കോർഡ് ചെയ്താലും കുഴപ്പമില്ല, ഇദ്ദേഹം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. 00-974-5075-8609 ഈ നമ്പറിൽ നിന്നാണ് ഈ അശ്ലീല വിദ്വാൻ ഇത്രയും തെറി എഴുതി ഈ ലൈവിലേക്ക് അയച്ചത്. കാര്യം ഞാൻ പണ്ടൊക്കെ ആയിരുന്നു ഇത് വിട്ട് കളഞ്ഞേനെ. കാര്യം എന്താ അറിയോ, വിദേശ നാട്ടിലൊക്കെ പോയി അവിടുത്തെ 50 ഡിഗ്രി ചൂടിലൊക്കെ ജോലി ചെയ്യുന്ന ഒരു പ്രവാസി എന്തെങ്കിലും വിവരക്കേട് കാണിച്ചാൽ നമ്മൾ ചെയ്യണമെന്ന്. ഇതൊന്നും വിവരക്കേടല്ല, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന. അതുകൊണ്ട് ഇയാളുടെ നമ്പർ ഒന്നുകൂടി ആളറിഞ്ഞു ഒരിക്കൽ കൂടി പറയാം. 00-974 ചിലപ്പോൾ അത് നമ്പർ മറന്നുപോയല്ലോ. അത് 00-974-5075-8609 ഖത്തറിലെ മലയാളി സുഹൃത്തുക്കൾ ഈ നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിച്ചു. ചിലപ്പോൾ അടിച്ച് വിറ്റായിരിക്കും, ഇന്നലെങ്കിലും വിളിച്ചു ചോദിക്കണം. മറ്റു വാർത്തയിലേക്ക്. CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളന വേദിക്കരികിൽ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച CPM പ്രവർത്തകൻ മരിച്ചു. വിഴിഞ്ഞം സ്വദേശി രതീഷാണ് മരിച്ചത്. 7 ദിവസമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്നും തത്സമയം ചേരുകയാണ്. അജീഷ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം, പറയൂ. SK എന്തായാലും ഒരാഴ്ച മുമ്പാണ് ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം നടക്കുന്നത്. കഴിഞ്ഞ ഡിസംബർ 23-നായിരുന്നു തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൻ്റെ CPM ജില്ലാ സമ്മേളനത്തിൻ്റെ പൊതുസമ്മേളനം നടന്നത്. കോവളത്ത് വെച്ചായിരുന്നു ഈ പൊതുസമ്മേളനം സംഘടിപ്പിച്ചിരുന്നത്. ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ കുടുംബസമേതമാണ് വിഴിഞ്ഞം സ്വദേശിയായ രതീഷ് എത്തിയിരുന്നത്. മക്കളോടൊപ്പം ഭാര്യയോടൊപ്പമായിരുന്നു എത്തിയിരുന്നത്. ഈ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് ശേഷം മുരുകൻ കാട്ടാക്കടയുടെ നേതൃത്വത്തിലുള്ള കലാപരിപാടികൾ ഇവിടെ അരങ്ങേറുകയായിരുന്നു. ഈ കലാപരിപാടിക്ക് നടക്കുന്നതിനിടെ ഈ വേദിക്കുള്ളിലേക്ക് ഈ രതീഷ് കയറാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ പാർട്ടി പ്രവർത്തകരൊക്കെ അനുനയിപ്പിച്ച് രതീഷിനെ അവിടുന്ന് മാറ്റിവിട്ടു. അതിനുശേഷമാണ് പെട്രോൾ, ഒരു പാട്ടയിൽ കൊണ്ടുവന്ന പെട്രോള് ഇത് വേദിയുടെ ഒരു വശത്ത് മാറി നിന്ന് ശരീരത്തിലേക്ക് ഒഴിച്ച് സിഗരറ്റ് ലാമ്പ് കൊണ്ട് തീ കൊളുത്തിയത്. ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന പാർട്ടി പ്രവർത്തകരും പോലീസും ചേർന്നും ഇത് തീ കെടുത്തി രതീഷിനെ ഉടൻ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ഗുരുതരമായിരുന്നു ശരീരത്തിലേറ്റ പൊള്ളൽ. മുഖത്തും നെഞ്ചിലുമായിരുന്നു കൂടുതലും പൊള്ളലേറ്റത്. ഒരാഴ്ചയായി അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു രതീഷ് ഉണ്ടായിരുന്നത്. ഈ സമയത്ത് തന്നെ പോലീസ് രതീഷിൻ്റെ മരണമൊഴി എടുത്തിരുന്നു. മരണമൊഴിയിൽ അദ്ദേഹം പറയുന്നത് കടബാധ്യതയാണ് തൻ്റെ ആത്മഹത്യാ ശ്രമത്തിന് പിന്നിലെന്നായിരുന്നു. ഒരുപാട് കടങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് രതീഷ് മജിസ്ട്രേറ്റിന് നൽകിയ മരണമൊഴിയിൽ പറയുന്നത്. ഇതിനെ തുടർന്നാണ് തീ കൊളുത്തി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്. എന്തായാലും ഇന്നലെ വൈകിട്ടാണ് രതീഷിൻ്റെ മരണം സ്ഥിരീകരിച്ചത്. എന്തായാലും മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ബന്ധുക്കൾക്ക് മൃതദേഹം അല്പസമയത്തിനകം വിട്ടു നൽകും. ഓക്കെ, താങ്ക് യു അജീഷ് ജയകുമാർ. മറ്റ് വളരെ സങ്കടകരമായ ആ വാർത്തയിലേക്ക്. സൗദി അറേബ്യയിലെ റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖിലെ അബ്ദുൾ റഹീമിൻ്റെ മോചനം ഇനിയും വൈകാൻ സാധ്യതയുണ്ട്. കേസ് പരിഗണിക്കുന്നത് റിയാദിലെ ക്രിമിനൽ കോടതി അടുത്ത മാസം 15-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചു. കേസ് ഇനിയും നീട്ടരുതെന്നും മകനെ നാട്ടിലെത്തിക്കാൻ നടപടി വേണമെന്നും റഹീമിൻ്റെ മാതാവ് ഫാത്തിമ ആവശ്യപ്പെട്ടു. റിയാദ് ക്രിമിനൽ കോടതി അബ്ദുൾ റഹീമിന്റെ കേസ് പരിഗണിച്ചത് ഇത് 4-ാം തവണ. കേസ് അടുത്ത മാസം 15-ലേക്ക് മാറ്റിയെന്ന അറിയിപ്പാണ് ലഭിച്ചത്. ഇന്ത്യൻ സമയം 10:30-നാണ് കേസ് പരിഗണിക്കുക. 2 ആഴ്ച സമയമാണ്. ഈ വരുന്ന ജനുവരി 15-നാണ് ഡേറ്റ് കിട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ പരിഗണിച്ചപ്പോൾ കേസ് മാറ്റിവെച്ചത് സാങ്കേതിക കാരണങ്ങളെ തുടർന്നെന്നായിരുന്നു അറിയിപ്പ്. അതുകൊണ്ട് തന്നെ കുടുംബം ഏറെ പ്രതീക്ഷയിലായിരുന്നു. നിറകണ്ണുകളോടെയായിരുന്നു റഹീമിന്റെ മാതാവ് ഫാത്തിമയുടെ പ്രതികരണം. ചായൊക്കെ തേടി എല്ലാവരും സാധനം കിട്ടിയില്ല. ഓനിതാ വരുന്നു പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ല. ഇന്നിപ്പോൾ എന്തായാലും വരും, അതാ കിട്ടും കൂടെ എത്തും എന്ന് അറിയിട്ടല്ലേ. ഇന്നത്തും കഴിഞ്ഞ് ഇങ്ങനെ നീട്ടി കൊണ്ടുപോകാൻ അഞ്ഞ് വരുമ്പോഴും ഇതേമാതിരി കേൾക്കണ്ടേ. അതിന് മുന്നിലായിട്ട് കുട്ടി ഒന്ന് എത്തിക്കാനുള്ള പരിഹാരങ്ങൾ ആരെങ്കിലും ഇതിനൊക്കെ ഉണ്ടാക്കി തരിക്കും. എന്നിട്ട് കുട്ടി നിൽക്കൊണ്ട് കാട്ടി തരി. എൻ്റെ കൂടെ ഇങ്ങോട്ട് വരും വിചാരിച്ച കുട്ടിയാണ് ഞാൻ. നിങ്ങൾ നീട്ടിക്കൊണ്ടാകാവുന്നവർ എത്തിക്കാനുള്ള ചെയ്തിരിക്കും. മാനത് കാട്ടി തന്നെ അയക്ക് മതി. കഴിഞ്ഞ 18 വർഷമായി സൗദിയിലെ ജയിലിലാണ് റഹീം.
2006 ഈ കേസിനാസ്പദമായ സംഭവം നടന്നത്. കഴിഞ്ഞ ജൂലൈ 2 വധശിക്ഷ റദ്ദാക്കിയിരുന്നു. 34 കോടി രൂപയാണ് റഹീമിന്റെ മോചനത്തിനായി സമാഹരിച്ചത്. 24 കോഴിക്കോട്. ഇനി വാർത്തകൾ സംഭവിക്കുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ നേരിട്ട് തത്സമയം ചേരുകയാണ്. ഇന്നിപ്പോൾ സ്പോട്ട് ലൈവിലേക്ക് പോകുന്നത് ചെന്നൈയിലേക്കാണ്. നിങ്ങൾക്കറിയുന്ന പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന് സ്പോട്ട് ലൈവ്. രാജ്യം കാത്തിരിക്കുന്ന ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് ദൗത്യത്തിൻ്റെ സാറ്റലൈറ്റ് വിക്ഷേപണം അല്പസമയത്തിനകം നടക്കും. ഇന്ന് രാത്രി 10 മണിക്ക് ഇരട്ട പേടകങ്ങളുമായി ISROയുടെ PSLV C60 വിക്ഷേപണ വാഹനം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്ന് കുതിച്ചുയരും. സ്പാഡക്സ് പരീക്ഷണം വിജയമായാൽ ബഹിരാകാശ ഡോക്കിംഗ് സാങ്കേതികവിദ്യയുള്ള 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറുമെന്ന അഭിമാനകരമായ കാര്യം കൂടി ഇതിലുണ്ട്. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്ന് മുഹമ്മദ് റഗീസ് തത്സമയം ചേരുകയാണ്. ചെന്നൈയിൽ നിന്നല്ല, ആന്ധ്രയിൽ നിന്നാണ്, ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് റഗീസ് തത്സമയം ചേരുന്നത്. റഗീസ്, വിവരങ്ങൾ പറയൂ റഗീസ്. റഗീസ്, യഥാർത്ഥത്തിൽ ഈ ദൗത്യം വിജയിക്കുകയാണെങ്കിൽ ISROയ്ക്കും നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ നേട്ടം എന്താണ്? എത്രമാത്രം ദുഷ്കരമാണ് ഈ ദൗത്യം? ISROയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലാകാൻ പോകുന്ന ഒരു ചരിത്ര മുഹൂർത്തത്തിനാണ് നമ്മളൊക്കെയും സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ്, സ്പെയ്ഡെക്സ് എന്ന് വിളിക്കുന്ന ആ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റിന് തുടക്കം കുറിക്കാൻ ഇനി കുറച്ചു സമയം മാത്രമാണ് ബാക്കിയുള്ളത്. PSLV C60 ഇന്ത്യയുടെ കരുത്തനായ റോക്കറ്റ് ലോഞ്ചർ ഇരട്ട പേടകങ്ങളുമായി അല്പസമയത്തിനുള്ളിൽ തന്നെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്നും യാത്രയാകും. അത് തീർത്തും ഒരു ചരിത്രമായിട്ടുള്ള യാത്രയാണ്. കാരണം സ്പേസ് ഡോക്കിംഗ് ആകെ കൈവരിച്ചിട്ടുള്ളത് 3 രാജ്യങ്ങൾ മാത്രമാണ്. 4ാമത്തെ രാജ്യമായി മാറാൻ ഇന്ത്യ പോവുകയാണ്. സ്പേസ് ഡോക്കിംഗ് എന്നാൽ ഈ സ്പേസിൽ വെച്ചുകൊണ്ട് 2 പേടകങ്ങളെ യോജിപ്പിക്കുന്ന ഒരു ദൗത്യമാണ്. ആ ഒരു ദൗത്യത്തിലേക്കുള്ള കാൽവെപ്പിനാണ് ഇതാ ഇപ്പോൾ തുടക്കമാകാൻ പോകുന്നത്. ഇരട്ട പേടകങ്ങളെയും വഹിച്ചുകൊണ്ട് PSLV C60 യാത്രയാകും. ശേഷം 15 മിനിറ്റിനുള്ളിൽ ഈ ഭ്രമണപഥത്തിൽ ഇരട്ട പേടകങ്ങളെയും എത്തിക്കും. 2 പേടകങ്ങളെയും ഭൂമിയിൽ നിന്ന് ഏതാണ്ട് 450 കിലോമീറ്റർ ഉയരത്തിലാണ് അത്തരത്തിൽ അതിൻ്റെ ഒരു ഭ്രമണപഥത്തിലേക്ക് എത്തിക്കും. ശേഷം കൃത്യമായ അകലം പാലിച്ചുകൊണ്ട് ഇതിനെ 2നെയും ഉറപ്പിച്ചു നിർത്തും. പിന്നീട് ഈ 2 പേടകങ്ങൾ തമ്മിലുള്ള ദൂരം പതിയെ കുറച്ച് കൊണ്ടുവന്നാണ് സ്പേസ് ഡോക്കിംഗ് സാധ്യമാകുന്നത്. അതിന് കുറച്ച് ദിവസങ്ങൾ എടുക്കും എന്നാണ്. ഔദ്യോഗികമായി 60 ദിവസം എടുത്തുകൊണ്ട് മാത്രമേ ഈ ഒരു പ്രക്രിയ മുഴുവനായി പൂർത്തിയാവുകയുള്ളൂ. ആദ്യം സ്പേസ് ഡോക്കിംഗ് നടത്തിയതിനു ശേഷം പിന്നീട് ഈ പേടകങ്ങളെ തിരിച്ചും ഇത്തരത്തിൽ ആ ഡോക്കിംഗ് കഴിഞ്ഞ് അതിനെ വേർപെടുത്തുക കൂടി ചെയ്യുന്ന ഒരു ദൗത്യത്തിനാണ് ഇന്ത്യ തുടക്കം കുറിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഇന്ത്യയുടെ ഒരു സ്വന്തമായൊരു സ്പേസ് നിലയം എന്നുള്ള ഒരു ആഗ്രഹത്തിന്, ആ ഒരു പ്രതീക്ഷയ്ക്ക്, അതിൻ്റെ ഒരു ചുവടുവയ്പ്പിന് ഏറ്റവും നിർണായകമാണ് ഈ സ്പേസ് ഡോക്കിംഗ്. ഒപ്പം തന്നെ ഗഗൻയാൻ മിഷനുകൾക്ക്, ഒപ്പം തന്നെ ചന്ദ്രയാൻ 4 തുടങ്ങിയ പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ദൗത്യത്തിനും ഏറ്റവും അധികം നിർണായകമാകാൻ പോകുന്ന ഒരു മുഹൂർത്തമാണ് ഈ സ്പേസ് ഡോക്കിങ്ങിലൂടെ ഇന്ന്. ഒരു ഷോക്കിംഗ് വാർത്ത വരുന്നുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ കുന്നംകുളത്ത് യുവതിയെ വീട്ടിൽ കയറി കഴുത്തറുത്ത് കൊലപ്പെടുത്തി. നാടഞ്ചേരി വീട്ടിൽ സിന്ധുവാണ് കൊല്ലപ്പെട്ടത്. മോഷണ ശ്രമമെന്ന് സംശയം. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. സൂരജ്, ഇന്ന് രാത്രി 8 മണിക്കാണ് ഈ സംഭവം ഉണ്ടായെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എന്താണ്? ഇന്ന് രാത്രി 8 മണിയോടുകൂടിയാണ് ഈ കുന്നംകുളം ആർത്താറ്റ് യുവതിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തുന്നത്. ഈ സമീപവാസികളാണ് ഈ യുവതിയുടെ വലിയ കരച്ചിൽ കേട്ട് ഈ വീടിനകത്തേക്ക് എത്തുന്നത്. ആ സമയത്താണ് യുവതി കഴുത്തിൽ മുറിവുമായി ഈ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പിന്നീട് ഇവർ തന്നെയാണ് ഈ പോലീസിന് വിവരം അറിയിക്കുന്നത്. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തുകയും ചെയ്തു. പ്രാഥമികമായി പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇതൊരു മോഷണ ശ്രമം തന്നെയാണ് നടന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഒരു അജ്ഞാതനായ യുവാവ് ഇവിടെ നിന്ന് ഓടി മറയുന്നതായി കണ്ടതായി നാട്ടുകാരിൽ ചിലർ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മോഷണ ശ്രമമാണ് നടന്നതെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. അതോടൊപ്പം തന്നെ യുവതിയുടെ കഴുത്തിൽ കിടന്നിരുന്ന ഒരു മാലയും കാണാനില്ല എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതാണ് ഈ മോഷണ ശ്രമം ആയിരിക്കാം ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നൊരു നിഗമനത്തിലേക്ക് പോലീസിനെ എത്തിക്കുന്നതെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും 8 മണിയോടുകൂടിയാണ് ഈ ദാരുണമായ സംഭവം നടന്നിരിക്കുന്നത്. 55 വയസ്സുകാരിയായ സിന്ധുവാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇത് മോഷണ ശ്രമമാണെങ്കിൽ പ്രതി അധികം ദൂരത്തേക്ക് കടന്നു കളയാൻ സമയമായിട്ടില്ല എന്നുള്ളതാണ് പോലീസിന്റെ വിലയിരുത്തൽ. അതിന്റെ പശ്ചാത്തലത്തിൽ കുന്നംകുളത്തിന്റെ വിവിധ മേഖലയിലും അതോടൊപ്പം തന്നെ തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും നിലവിൽ പോലീസിന് പ്രത്യേക സന്ദേശമടക്കം കൈമാറിയിട്ടുണ്ട്. സംശയാസ്പദമായ സാഹചര്യത്തിൽ ആരെങ്കിലും കണ്ടാൽ
വിശദമായ പരിശോധന നടത്തണം എന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ പോലീസ് ഇതിനോടകം തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. കുന്നംകുളം ഡിവൈഎസ്പി അടക്കമുള്ള സംഘം ഈ മേഖലയിലേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. എസ്.കെ. ഓക്കെ, സൂര്യസജിയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്തകളാണ് കേരളത്തിൽ ഓരോ ദിവസവും വരുന്നത്. ഇങ്ങനെ കൊലപാതകം, മോഷണ ശ്രമത്തിനിടയിൽ കുത്തിക്കൊല്ലുക, ഇങ്ങനെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വാർത്തകളാണ്. ഏറ്റവും നമുക്ക് ഷോക്കിംഗ് ആയിട്ടുള്ളൊരു വാർത്ത യമനിൽ നിന്ന് വരികയാണ്. യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ അനുമതി കിട്ടി. യമൻ പ്രസിഡന്റ് അനുമതി കൊടുത്തു കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വധശിക്ഷ 1 മാസത്തിനകം നടപ്പാക്കാൻ സാധ്യതയുമുണ്ട്. കൊല്ലപ്പെട്ട തലാൽ അബ്ദുൽ മഹദിയുടെ കുടുംബവുമായി ചർച്ച നടത്തി വധശിക്ഷ ഒഴിവാക്കാൻ ഇനിയും അവസരമുണ്ടെന്ന് യമനിലുള്ള ആക്ടിവിസ്റ്റ് സാമുവൽ ജെറോം 24-നോട് പറഞ്ഞു. നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള വർഷങ്ങൾ നീണ്ട ശ്രമങ്ങൾക്കാണ് തിരിച്ചടിയായിരിക്കുന്നത്. നേരത്തെ യമൻ സുപ്രീം കോടതി ശരിവെച്ച വധശിക്ഷ നടപ്പാക്കാൻ പ്രസിഡന്റ് റാഷിദ് അൽ അലീമി അനുമതി നൽകി. പ്രസിഡന്റും വധശിക്ഷ ശരിവെച്ചതായി അറിയിപ്പ് ലഭിച്ചുവെന്ന് യമനിലുള്ള മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം പറഞ്ഞു. The president has approved the execution, so that is what is the exact news. So the president the paper was with the president and he has now approved the thing. The paper will now go to the general prosecutor's office and the general prosecutor office will fix a date for execution. യമൻ പൗരന്റെ കുടുംബം മാപ്പ് നൽകിയാൽ മാത്രമാണ് ഇനി വധശിക്ഷ ഒഴിവാക്കാനുള്ള ഏക സാധ്യത. അതിനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും സാമുവൽ പറഞ്ഞു. Still the key is with the family. So if they can still waive it, they can still do it. Now how to convince the family still with all the lost trust, it's a very uphill task. But I'm still going to try. I mean, anyway, today night I'm going to meet the lawyer. Then we will see what is the options available for us. യമൻ പൗരനായ തലാൽ അബ്ദുൽ മഹദി കൊല്ലപ്പെട്ട കേസിൽ 2018 യമൻ കോടതി നിമിഷയ്ക്ക് വധശിക്ഷ വിധിച്ചത്. ശിക്ഷ ഇളവ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിമിഷപ്രിയയുടെ കുടുംബം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുഖേന യമൻ സർക്കാരിന് നിരവധി തവണ നിവേദനങ്ങൾ നൽകിയിരുന്നുവെങ്കിലും പുരോഗതിയുണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ നിമിഷപ്രിയയുടെ മാതാവ് പ്രേമകുമാരി കഴിഞ്ഞ ഏപ്രിലിൽ യമൻ തലസ്ഥാനമായ സനായിൽ എത്തിയിരുന്നു. 24 ദുബായ്. എന്തായാലും ഇത് ഇക്കാര്യത്തിലൊരു കടുത്ത ശ്രമം നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. കാര്യം ഇനി 30 ദിവസങ്ങൾക്കകം ഈ കാര്യം നമുക്ക് നടപ്പിലാക്കണം. കാര്യം യമൻ പോലൊരു രാജ്യത്ത് ചില കാര്യങ്ങൾ അത്ര വേഗത്തിൽ ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മൾ പ്രേക്ഷകർക്ക് അറിയാമല്ലോ. ഇനി ശബരിമലയിലേക്ക് ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട ഇന്ന് തുറന്നു. തന്ത്രി കണ്ഠരര് രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയാണ് ക്ഷേത്രനട ഇന്ന് തുറന്നത്. അടുത്ത മാസം 14-ാം തീയതി, അതായത് ജനുവരി 14-ാം തീയതിയാണ് മകരവിളക്ക്. രാഹുൽ സുരേഷ് സന്നിധാനത്തു നിന്നും തത്സമയം ചേരുകയാണ്. രാഹുൽ, പറയൂ വിശദാംശങ്ങളൊക്കെ തന്നെ. SKN മകരവിളക്ക് പൂജകൾക്കായി ശബരിമല നട തുറന്നതോടെ സന്നിധാനത്ത് വൻ ഭക്തജന തിരക്കാണ്. SKN സൂചിപ്പിച്ച പോലെ തന്നെ വൈകിട്ട് 4 മണിയോടെയാണ് തന്ത്രി കണ്ഠരര് രാജീവരുടെ നേതൃത്വത്തിൽ ശബരിമല നട തുറന്നത്. ആഴിയിൽ അഗ്നി പകർന്നതോടെ ശബരിമലയിൽ 18-ാം പടി ചവിട്ടി തീർത്ഥാടകരെ മുകളിലേക്ക് കയറ്റാൻ തുടങ്ങി. കഴിഞ്ഞ 5 മണിക്കൂറിനുള്ളിൽ 46,000-ത്തിലധികം തീർത്ഥാടകരാണ് 18-ാം പടി ചവിട്ടി ദർശനം സാധ്യമാക്കിയിട്ടുള്ളത്. 18-ാം പടി ചവിട്ടി മുകളിലേക്ക് കയറുന്ന തീർത്ഥാടകരെ പരമാവധി വേഗത്തിൽ ദർശനം പൂർത്തിയാക്കി സന്നിധാനത്ത് നിന്ന് മാറ്റുന്ന ഒരു നടപടി കൂടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ദൃശ്യങ്ങളിലേക്ക് കാണുന്നത് 18-ാം പടി ചവിട്ടി തീർത്ഥാടകർ മുകളിലേക്ക് കയറുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തീർത്ഥാടകരുടെ നീണ്ട നിര ഇപ്പോൾ ശരംകുത്തി വരെ നീണ്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പമ്പയിലും വലിയ തിരക്കുണ്ട്. അല്പസമയം 11 മണിക്കാണ് ഹരിവരാസനം ചൊല്ലി ഇന്ന് നടയടയ്ക്കാൻ പോകുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ തീർത്ഥാടകരുടെ തിരക്ക് വലിയ ശരംകുത്തിയും പിന്നിട്ട് നീളുകയാണെങ്കിൽ പമ്പയിൽ ചില നിയന്ത്രണം വരുത്തുമെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ആ നിയന്ത്രണങ്ങൾക്കൊടുവിൽ രാവിലെ മാത്രമായിരിക്കും കൂടുതൽ തീർത്ഥാടകരെ ശബരിമല സന്നിധാനത്തേക്ക് കയറ്റിവിടുക. എന്താണെങ്കിലും ഒരു മിനിറ്റിൽ 80 മുതൽ 90 വരെ തീർത്ഥാടകരെയാണ് ഇപ്പോൾ 18-ാം പടി ചവിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇതര സംസ്ഥാനത്തു നിന്നുള്ള തീർത്ഥാടകരാണ് നിലവിൽ ദർശനത്തിനായി എത്തുന്നതെന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് രാവിലെ മുതൽ സന്നിധാനത്ത് നേരിയ ചാറ്റൽ മഴ അനുഭവപ്പെടുന്നുണ്ട്. അത് ദർശനത്തിന് ചെറിയ രീതിയിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ തീർത്ഥാടകർ വലിയ രീതിയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശബരിമല കയറി അവർ ദർശനം സാധ്യമാക്കി മടങ്ങുന്നുമുണ്ട്. ഇപ്പോൾ കയറുന്ന തീർത്ഥാടകർ എന്താണെങ്കിലും നാളെ നെയ്യഭിഷേകം പൂർത്തിയാക്കി നാളെ രാവിലെയോടെ ആയിരിക്കും മലയിറങ്ങാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു. രാഹുൽ സുരേഷാണ് ശബരിമലയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. ഇനി വാൽകൃഷ്ണം.
കുടുംബത്തോടൊപ്പം BJPയിൽ ചേർന്ന മധു മുല്ലശ്ശേരിക്കെതിരെ പണം തട്ടിയെടുത്തെന്ന CPM പരാതിയിൽ പോലീസ് കേസെടുത്തു. പാർട്ടിയിൽ ഉണ്ടായിരുന്ന സമയത്ത് തനിക്കെതിരെ ഒരു കുറ്റവും ഉണ്ടായിരുന്നില്ല എന്നാണ് മധു മുല്ലശ്ശേരിയുടെ പ്രതികരണം. മധു മുല്ലശ്ശേരിക്കെതിരെയുള്ള പരാതിക്ക് പിന്നിൽ എന്തായിരിക്കും? കാണാം തയ്യാറാക്കിയ ബാലകൃഷ്ണൻ. മറുകണ്ഠം ചാടുന്നത് കണ്ടു നിന്ന് നേതാക്കൾക്ക് അങ്ങോട്ട് മടുത്തു. അപ്പോൾ ഇതിനൊരു പരിഹാരം വേണമല്ലോ. അപ്പോൾ ചില പദ്ധതികളൊക്കെ നടപ്പാക്കാൻ തീരുമാനിച്ചു. ജാമ്യമില്ലാത്ത വകുപ്പും പ്രകാരമാണ് എനിക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ആരാപ്പത്? എന്താ ഇപ്പം നിങ്ങൾ ചെയ്ത തെറ്റ്? CPM-ൽ നിന്ന് മാറി ദേശീയ പാർട്ടിയായ BJPയിൽ ചേർന്നു എന്നൊരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിനിപ്പോൾ കേസെടുക്കുമോ? ഏയ്, അതിന് സാധ്യതയല്ല. അച്ചടക്കമില്ലാതെ പെരുമാറിയാൽ അറിയാലോ, ഞങ്ങളത് പഠിപ്പിക്കും. പോലീസിനെ ഉപയോഗിച്ച് അദ്ദേഹത്തെ കള്ളക്കേസുകൾ കൊടുക്കുവാനാണ് CPM നേതാക്കന്മാർ ശ്രമിക്കുന്നത്. എന്നിട്ട് പോലീസ് നിങ്ങളെ തെരഞ്ഞു വന്നോ? മെനിങ്ങാന്ന് 7:30 മണിക്ക് CPM-ന്റെ നേതാക്കൾ അവിടെ ചെന്നിരുന്നു. നിർബന്ധിച്ച് മംഗലാപുരം CI കൊണ്ട് കേസെടുപ്പിക്കുകയാണ് ചെയ്തത്. കേരളത്തിന്റെ വിരുമാറിലൂടെ നീ ഒരു ഗതി കിട്ടാപ്പേദം പോലെ ഒഴുകുന്നത് എനിക്ക് കാണണം. എന്നെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു തീരുമാനമാണ് അവരെടുത്തിട്ടുള്ളത്. അപ്പൊ അറസ്റ്റ് ചെയ്യിക്കാനുള്ള പരിപാടിയാണ്. അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ മാത്രം എന്താ ഇപ്പൊ മൂപ്പര് ചെയ്തേ? ഒട്ടും ഒരു പാർട്ടി അംഗത്തിന് പോലും യോജിക്കാത്ത ചില പ്രവർത്തനങ്ങളാണ് മധുവിന്റെ ഭാഗത്തുനിന്ന് ഏരിയ സെക്രട്ടറി എന്നുള്ള നിലയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ശരിയാണ്. അപ്പൊ സെക്രട്ടറി ആക്കുന്ന സമയത്ത് ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? നമ്മുടേതുപോലുള്ളൊരു പാർട്ടിയുടെ CPM-ന്റെ ഒരു ഏരിയ സെക്രട്ടറി ആയിരിക്കാനുള്ള രാഷ്ട്രീയമായിട്ടുള്ള പക്വതയോ സംഘടനാപരമായിട്ടുള്ള അറിവോ ഇല്ലാത്ത ഒരാളെ ഏതോ ഒരു ഘട്ടത്തിൽ ആക്കി എന്നുള്ള വസ്തുത ഞങ്ങൾ കാണുകയാണ്. മധു മുല്ലശ്ശേരി ഏരിയ സെക്രട്ടറി ആയിരുന്ന സമയത്ത് സമ്മേളനത്തിനുള്ള ഫണ്ട് തിരിമറി നടത്തിയെന്നാണ് ഇപ്പൊ പോലീസിൽ കൊടുത്തിട്ടുള്ള പരാതി. ഞാൻ ലക്ഷങ്ങൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞു തുടങ്ങി, കോടികൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞു തുടങ്ങി. മധു മുല്ലശ്ശേരിനെ ഇപ്പൊ ഏറ്റെടുത്തവര് ഇതൊക്കെ കണ്ടിട്ട് മൂപ്പർക്ക് എന്തൊക്കെ ചുമതലയാണ് കൊടുക്കുന്നത്? നീ ഇങ്ങോട്ട് ഓടിക്കയറി വരുന്ന ആരെങ്കിലും കണ്ടോ? അറിയില്ല. തൽക്കാലം നീ ആ വടക്കേപ്പുറത്ത് തേങ്ങാപ്പുര പോയി ഒളിച്ചോ. എന്താ വേണ്ടെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. ചെറിയ പേര് നീ പേടിക്കണ്ട, ഞാൻ നോക്കിക്കൊള്ളാം. അദ്ദേഹത്തിന്റെ ഇത്രയും കാലത്തെ ദീർഘമായിട്ടുള്ള പൊതുപ്രവർത്തനത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലുമുള്ള പാരമ്പര്യം, ആ അനുഭവജ്ഞാനം ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന തരത്തിൽ എങ്ങനെ വിനിയോഗിക്കാം എന്നുള്ളത് പാർട്ടി അദ്ദേഹവുമായിട്ടും മറ്റെല്ലാവരുമായിട്ടും കൂടിയാലോചിച്ചിട്ട് ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കും. അപ്പൊ BJPക്കാര് മൂപ്പരുടെ എക്സ്പീരിയൻസിന് ഒത്ത പണി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. CPM-നുണ്ടായ എക്സ്പീരിയൻസ് എന്താണെന്ന് കൊടുത്ത പരാതി പരിശോധിച്ച് അന്വേഷിച്ചിട്ട് ബാക്കി പറയാം. ഈ ബാലകൃഷ്ണത്തോടെ ഇന്നത്തെ പ്രൈം ടൈമിൻ്റെ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി കാണുക, ഇനി നാളെ രാത്രി 7 മണിക്ക് പ്രൈം ടൈമിന് പകരം പുതുവത്സരാഘോഷ പരിപാടികളായിരിക്കും. വെൽക്കം 24, വെൽക്കം 25 ഫ്രം 24 എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. അതായത് എല്ലാ അർത്ഥത്തിലും 24 ആണല്ലോ. 24 ചാനൽ ആൻഡ് 24 ഇയർ. സോ അപ്പോൾ വെൽക്കം 25 ഫ്രം 24 നാളെ രാത്രി 7 മണി മുതൽ. ഇനി നമ്മൾ കാണുക നാളെ രാവിലെ 7 മണിക്കായിരിക്കും.